ക്യാൻസർ രോഗിയായ മകന്റെ തിരിച്ചുവരവിനായി കാത്തിരുന്ന് വീട്ടമ്മ. ജീവിത ചെലവിനും മരുന്നിനുമായി സുമനസുകളുടെ കാരുണ്യം തേടുകയാണിവർ. പാറളം പഞ്ചായത്തിലെ വലിയ ചേനം ഷാപ്പിന് സമീപം കാവുങ്ങൽ വീട്ടിൽ റഹിയത്ത് മജീദിന്റെ കുടുംബം തീർത്തും നിസ്സഹായരായാണ് കഴിയുന്നത്. 26 വർഷം മുൻപ് കൂലിപ്പണിക്കാരനായ ഭർത്താവ് മജീദ് മരിച്ചതോടെ റഹിയത്തിന്റെ കുടുംബം ദുരിത ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടു. ഒരു മകനും മകളുമാണ് ഇവർക്കുള്ളത്. വിവാഹം കഴിഞ്ഞ മകൾ ഇരട്ട കുഞ്ഞുങ്ങൾക്കൊപ്പം മാതാവിനൊപ്പമാണ് കഴിയുന്നത്. കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയ റഹിയത്തിനെ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് രോഗിയാക്കുന്നത്. നട്ടെല്ലിലെ ഞരമ്പിനെ ബാധിച്ച അസുഖം കുടുംബത്തെ ഒന്നാകി ഇരുട്ടിലാക്കി. നടക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയിലെത്തിയതോടെ ഉപജീവന മാർഗവും ഇല്ലാതായി. ഇതിനിടെയാണ് 36 വയസ്സുള്ള മകൻ മനാഫ് രോഗാവസ്ഥയിലാകുന്നത്. തുടർച്ചയായ ഛർദിയും ശരീരം ക്ഷീണിക്കലും കണ്ടതോടെ അമല ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ രോഗം ക്യാൻസറാണെന്ന് തെളിഞ്ഞു. അന്നനാളത്തിലാണ് ക്യാൻസർ ബാധിച്ചത്. അലോപ്പതി മരുന്ന് സാധ്യമല്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞതോടെ ഹോമിയോ ചികിത്സ തുടങ്ങിയിരിക്കുകയാണ്. 7 ദിവസത്തെ മരുന്നിന് മാത്രം 10,000 രൂപയാണ് ചെലവ്. 1 രൂപ പോലും വരുമാനമില്ലാത്ത റഹിയത്തിന്റെ കുടുംബം നിലനിൽക്കുന്നതും കാരുണ്യമുള്ളവരുടെ കൈത്താങ്ങിലാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായത്തിനായി അപേക്ഷിച്ചെങ്കിലും ഇനിയും ലഭ്യമായിട്ടില്ല. മകൻ മനാഫ് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കടബാധ്യതകളും ഇവരെ വലയ്ക്കുന്നുണ്ട്. മകന്റെ ചികിത്സയ്ക്കായി സമൂഹത്തിലെ കാരുണ്യത്തിന്റെ കരങ്ങൾ തേടുകയാണ് നിർധനയായ ഈ വീട്ടമ്മ. എനിക്ക് വയ്യാതിരിക്കുകയാണ്. ഞാൻ എൻ്റെ മോനാണ് വീട്ടിലുള്ളത്. അവന് ക്യാൻസറാണ്. എൻ്റെ നാളത്തിൽ ഇപ്പോൾ ഭക്ഷണം വെള്ളമൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവൻ്റെ ഉമ്മയാണ്. ഞാൻ ജോലി ചെയ്തിട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. എനിക്കിപ്പോൾ വയ്യാണ്ട് MRI സ്കാൻ ചെയ്തപ്പോഴാണ് തണ്ടലിക്ക് ഞരമ്പ് ബ്ലോക്കായിട്ട് ജോലി ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. ഞങ്ങളെ വരുമാനം കൊണ്ടാണ് ജീവിക്കണത്. ഇപ്പോൾ എൻ്റെ വയ്യായ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മോനക്ക് പെട്ടെന്ന് തന്നെ വയ്യാണ്ടായി. ഇപ്പോൾ മരുന്ന് വാങ്ങിക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരുമില്ല. അപ്പോൾ അവന് ഇംഗ്ലീഷ് മരുന്നുകളൊന്നും ചെയ്യാൻ പറ്റില്ല. ഹോമിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10 ദിവസത്തെ മരുന്ന് 7 ദിവസത്തെ മരുന്ന് കിട്ടണമെങ്കിൽ 10,000 രൂപയാണ് ദിവസത്തെ മരുന്ന് വാങ്ങാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അമലയിൽ 3-4 ദിവസം കിടത്തി ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഇന്ന അസുഖമെന്നുള്ളത്. അപ്പോൾ മരുന്ന് ഇതൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങളുടെ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. എൻ്റെ മോനക്ക് ചികിത്സിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. മരുന്ന് വാങ്ങാനും ഇതിനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഒരുപാട് സ്ഥലത്തായി ഞങ്ങൾ കൊണ്ടുപോകണം. ആൾക്ക് ഇംഗ്ലീഷ് മരുന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വെള്ളം പോലും കുടിക്കാത്ത അവസ്ഥയാണ്. ഭയങ്കര ക്ഷീണം, വെയിറ്റ് കുറവ്, ഒന്നും കഴിക്കണമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയാണ് ഞങ്ങളുടെ. ഈ കുടുംബത്തെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവർ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. യൂണിയൻ ബാങ്കിന്റെ ചേർപ്പ് ബ്രാഞ്ചിൽ ആരംഭിച്ച റഹിയത്തിന്റെ പേരുള്ള അക്കൗണ്ടിലേക്കാണ് സഹായങ്ങൾ അയക്കേണ്ടത്. അക്കൗണ്ട് നമ്പർ 3392020100550704. IFSC കോഡ് UBIN 05339291. ഫോൺ നമ്പർ 9497062563.